ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഏകാദശി ദിവസത്തിൽ നമ്മൾ കേൾക്കേണ്ടതും അറിയേണ്ടതുമായ ഒരു കഥയാണ് ഞാനിന്ന് പറയുന്നത്. പൗണ്ഡ്രകമോക്ഷം. പൗണ്ഡ്രകൻ എന്ന രാജാവിൻ്റെ കഥ വളരെ രസകരമാണ്. എന്തെന്നാൽ താൻ ദൈവമാണെന്നാണ് ഈ പൗണ്ഡ്രക രാജാവ് കരുതുന്നത്. അദ്ദേഹം പരമപുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യത്തിൽ പോലും അദ്ദേഹം വിചാരിക്കുന്നത് ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ കോമാളിയാണ്, ഞാനാണ് വാസുദേവൻ എന്നാണ് ഇദ്ദേഹം സ്വയം വിശ്വസിച്ചിരുന്നതും മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നതും. നമുക്കറിയാമില്ലേ, കുറേ കുട്ടികളെല്ലാം കൂടി ഇരുന്ന് കൂട്ടുകൂടി കളിക്കുന്നു. അപ്പോൾ അതിൽ ഒരു കുട്ടിയെ രാജാവായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് തോന്നും? യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് രാജാവ് എന്ന് പറയുന്നത് പോലെയാണ് ഈ പൗണ്ഡ്രകൻ്റെ കാര്യം. യഥാർത്ഥ വാസുദേവൻ ഞാനാണെന്ന് പറയും. അപ്പം കൂട്ടത്തിലുള്ള ആളുകളെല്ലാം പറയും, ശരിയാണ്, അങ്ങാണ് യഥാർത്ഥ വാസുദേവൻ. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ഞാൻ തന്നെയാണ് യഥാർത്ഥ വാസുദേവനെന്ന്. ഇദ്ദേഹം കുരുഷ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു, കുരുഷ. ആ കുരുഷ രാജ്യത്തിലെ രാജാവായിരുന്നു ഈ പൊങ്ങച്ചക്കാരനായ പൗണ്ഡ്രകൻ. ഭഗവാൻ ബലരാമൻ വൃന്ദാവനത്തിലേക്ക് പോയിരിക്കുന്ന ആ ഒരു സമയത്തിൽ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കുകയാണ് ഈ പൗണ്ഡ്രകൻ. എന്നിട്ട് ഈ ദൂതൻ വഴി കൃഷ്ണനെ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. കൃഷ്ണനല്ല, ഞാനാണ് യഥാർത്ഥ വാസുദേവൻ. അതുകൊണ്ട് തന്നെ താങ്കൾ എന്തിനാണ് ഈ സുദർശന ചക്രവും കൗസ്തുഭവും മഞ്ഞ പട്ടുമൊക്കെ ചുറ്റി ഇങ്ങനെ ഇരിക്കുന്നത്? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള ആടയാഭരണങ്ങളൊക്കെ ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ വാസുദേവനായിട്ട് അംഗീകരിക്കണം. ഇതായിരുന്നു ദൂതൻ വഴി കൊടുത്തുവിട്ട ആ മെസ്സേജ്. അതല്ല, എന്നെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉടനെ തന്നെ യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ, യുദ്ധം ചെയ്ത് നമുക്ക് വേണ്ടത് എന്തുവാന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇതാണ് ഈ മെസ്സേജ് ദൂതൻ വഴി കൊടുത്തുവിടുന്നത്. ഭഗവാൻ ഇതെല്ലാം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നതല്ല, യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് ഭഗവാൻ പറയുകയാണ്. എന്നിട്ട് കൂടുതലൊന്നും കാത്തു നിൽക്കാതെ തെമ്മാടിയായ പൗണ്ഡ്രകനെ ശിക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ തേരിലേറി യാത്ര പുറപ്പെടുകയാണ്. അന്ന് കുരുക്ഷത്തിലെ രാജാവ് സുഹൃത്തായ കാശി രാജാവിനോടൊപ്പമായിരുന്നു വാസം. അതിനാൽ കൃഷ്ണൻ കാശി നഗരം മുഴുവൻ വളഞ്ഞു. പൗണ്ഡ്രകൻ വലിയ യോദ്ധാവായിരുന്നു. കൃഷ്ണൻ്റെ ആക്രമണത്തെക്കുറിച്ച് കേട്ട നിമിഷത്തിൽ തന്നെ 2 അക്ഷൗണി സൈന്യത്തോടുകൂടി അദ്ദേഹം നഗരത്തിന് പുറത്തെത്തി. കാശി രാജാവ് പൗണ്ഡ്രകൻ്റെ സുഹൃത്തായിരുന്നു. 3 അക്ഷൗണി പടയുമായി അദ്ദേഹവും എത്തി. കൃഷ്ണനെ ആക്രമിക്കാൻ ഇരു രാജാക്കന്മാരും എത്തിയപ്പോഴാണ് കൃഷ്ണൻ ആദ്യമായി പൗണ്ഡ്രകനെ മുഖാമുഖം കാണുന്നത്. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ ചിഹ്നങ്ങളാൽ അലങ്കൃതനായ പൗണ്ഡ്രകനെ കൃഷ്ണൻ കണ്ടു. അയാളുടെ കയ്യിൽ ശാർഗം എന്ന വില്ലും മാറിൽ ശ്രീവത്സവും ധരിച്ചിരുന്നു. മാറിൽ കൃത്രിമമായി നിർമ്മിച്ച കൗസ്തുഭരത്നം ഭഗവാൻ വാസുദേവൻ്റെ ശരിപ്പകർപ്പ് പോലെ കഴുത്തിൽ പൂമാലയും ഉണ്ടായിരുന്നു. മഞ്ഞ നിറത്തിലുള്ള പട്ടാമ്പരമാണ് ഉടുത്തിരുന്നത്. രഥത്തിലെ പതാകയിൽ ഗരുഡ ചിഹ്നവും കൂടിയായപ്പോൾ ശരിക്കും കൃഷ്ണനെ പോലെ തന്നെ ഒരു ഫാൻസി ഡ്രസ്. കാതിലെ കുണ്ടലങ്ങൾ മകരമത്സ്യത്തെ പോലെ പ്രഭ വിതറി. വിലപ്പെട്ട ഒരു കിരീടം ശിരസിൽ അണിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇതെല്ലാം തികച്ചും അനുകരണങ്ങളായിരുന്നു. വാസുദേവൻ്റെ കപടവേഷത്തിൽ രംഗത്തെത്തിയിരിക്കുന്ന നടനാണെന്നേ ഇയാളെ കണ്ടാൽ തോന്നുകയുണ്ടായിരുന്നുള്ളൂ. തൻ്റെ ഭാവവും വേഷവും അതേപടി അനുകരിച്ചിരുന്ന പൗണ്ഡ്രകനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ചിരി അടയ്ക്കാനായില്ല. അദ്ദേഹം തികഞ്ഞ സംതൃപ്തിയോടുകൂടി പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പൗണ്ഡ്രകൻ്റെ പക്ഷത്തെ പടയാളികൾ കൃഷ്ണൻ്റെ മേൽ തങ്ങളുടെ ആയുധങ്ങൾ ചൊരിഞ്ഞപ്പോൾ
മഹാദേവൻ ശിവൻ താണ്ഡവമാടുന്നത് പോലെയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ. ഭഗവാന്റെ പടയും ഭഗവാനും കൂടി ഈ കാശിരാജാവിൻ്റെ പടയാളികളെയും പൗണ്ഡ്രികൻ്റെ പടയാളികളെയും മുച്ചൂട് നശിപ്പിക്കുകയും കാശിരാജാവിനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം ഭഗവാൻ പൗണ്ഡ്രികൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്. എന്നിട്ട് പൗണ്ഡ്രികനോട് പറഞ്ഞു, പൗണ്ഡ്രിക, വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങൾ വിശേഷിച്ച് ചക്രായുധം ഉപേക്ഷിക്കാൻ നീ നമ്മോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ഇപ്പോഴത് ഞാൻ നിനക്ക് തരാം, കരുതിയിരുന്നോളൂ. നീ നമ്മെ അനുകരിക്കുകയും സ്വയം വാസുദേവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിന്നേക്കാൾ വലിയൊരു വിഡ്ഢിയില്ല. താൻ ദൈവമാണെന്ന് പ്രചരണം നടത്തുന്നവനാണ് മനുഷ്യവർഗത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയെന്ന് കൃഷ്ണൻ്റെ ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തുടർന്നു, പൗണ്ഡ്രിക, നിന്റെ ഈ തെറ്റായ ചിത്രീകരണം നിന്നെക്കൊണ്ട് തന്നെ നാം ഉപേക്ഷിപ്പിക്കും. നാം നിനക്ക് കീഴടങ്ങമല്ലേ? ഇതാ നിനക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം യുദ്ധം തുടങ്ങുന്നു. നാം തോൽക്കുകയും നീ ജയിക്കുകയും ചെയ്താൽ തീർച്ചയായും നാം നിനക്ക് കീഴടങ്ങാം. ഇപ്രകാരം പൗണ്ഡ്രികനെ കഠിനമായി ശാസിച്ചുകൊണ്ട് അദ്ദേഹം ഒരസ്ത്രം കൊണ്ട് അവൻ്റെ രഥം തുണ്ടം തുണ്ടമാക്കി. ചക്രായുധം കൊണ്ട് അവൻ്റെ തല ഉടലിൽ നിന്നും വേർപെടുത്തി. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വത ശൃംഖങ്ങൾ ഛേദിക്കുന്നത് പോലെ അതുപോലെ കാശി രാജാവിനെ വധിച്ച് അദ്ദേഹത്തിൻ്റെ ശിരസ് കാശി നഗരത്തിലേക്ക് എടുത്ത് എറിയുകയും ചെയ്തു. അങ്ങനെ പൗണ്ഡ്രികനെ ചക്രായുധം കൊണ്ട് ഭഗവാൻ വധിച്ചു. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. സകല ദേവീദേവന്മാരും സ്വർലോകവാസികളും ഭഗവാന്റെ ഈ പ്രവൃത്തിയെ പ്രകൃതീകരിക്കുകയും പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു. ഇനി മരിച്ചുപോയ പൗണ്ഡ്രികൻ എന്ത് സംഭവിച്ചു? പൗണ്ഡ്രികൻ വിഷ്ണു ലോകത്തിലെത്തി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഭഗവാനെ വെല്ലുവിളിക്കുകയും ഭഗവാനെ അനുകരിക്കുകയും ചെയ്ത പൗണ്ഡ്രികൻ എങ്ങനെയാണ് വിഷ്ണു ലോകത്തിലെത്തിയത്? പൗണ്ഡ്രികൻ സദാ വിഷ്ണുവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ എതിരാളിയാണ് വിഷ്ണു. പക്ഷേ പൗണ്ഡ്രികൻ്റെ രാവും പകലുമുള്ള ചിന്ത മുഴുവൻ ആരെ പറ്റിയായിരുന്നു? ഭഗവാനെ പറ്റിയായിരുന്നു. ഇദ്ദേഹം ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നിൽക്കുമ്പോഴുമെല്ലാം വാസുദേവ എന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തന്നെ ഇദ്ദേഹം എവിടെ എത്തപ്പെട്ടു? വൈഷ്ണവ ലോകത്തെത്തപ്പെട്ടു. അങ്ങനെ പൗണ്ഡ്രികന് മോക്ഷം ലഭിച്ചു. നമ്മൾ അജാമളൻ്റെ കഥ പറഞ്ഞു ഇല്ലേ? അപ്പോൾ അജാമളനും ഇതേപോലെ തന്നെ ഒന്ന് വിളിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും ഭഗവാനിലേക്ക് എത്തി. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ എത്രത്തോളം നമ്മളെ സ്നേഹിക്കും. ഈ ഏകാദശി തിഥിയിൽ നിങ്ങൾ കേൾക്കേണ്ടുന്ന കഥയാണിത്. അപ്പോൾ 24 മണിക്കൂറും തൻ്റെ ശത്രുവായ വാസുദേവനെ പറ്റി മാത്രമാണ് പൗണ്ഡ്രികൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരു ചിന്തയും അയാൾക്കില്ലായിരുന്നു. അയാൾ വേഷം കെട്ടുമ്പോൾ അല്ലേ, ഒരു മഞ്ഞപ്പട്ട അയാൾ ഉടുക്കുമ്പോഴും വാസുദേവൻ ഉടുക്കുന്നത് പോലെയാണോ ഞാൻ ഈ ഉടുക്കുന്നത്? കിരീടം വെക്കുമ്പോഴും പൂമാല ഇടുമ്പോഴും അയാൾ ചിന്തിക്കും, വാസുദേവനെ പോലെയാണോ ഞാൻ ഈ ചെയ്യുന്നതെന്ന്. അങ്ങനെ നിരന്തരം വാസുദേവനെ പറ്റി മാത്രം ഓർത്തുകൊണ്ടിരുന്ന പൗണ്ഡ്രികന് മോക്ഷം ലഭിക്കുകയാണ് ഈ ഒരു കാര്യത്തിലൂടെ സംഭവിച്ചത്. അങ്ങനെ പൗണ്ഡ്രികൻ വിഷ്ണു പദത്തിലെത്തി. എല്ലാവർക്കും പൗണ്ഡ്രികൻ്റെ കഥ ഇഷ്ടപ്പെട്ടോ? നമ്മളും എല്ലാവരും എന്ത് ചെയ്യണം? നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക, ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതെല്ലാം ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി നമ്മൾ ഭഗവാനെ കാണുക. അതൊരു ദൈവതയാണ് അല്ലെങ്കിൽ ദൈവമാണ് എന്ന ചിന്തയും മാറിയിട്ട് നമ്മളിൽ ഒരാളാണ്, നമ്മൾക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത
ഒരാളാണ് ഭഗവാനെന്ന് ചിന്തിക്കുക. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് ഭഗവാനെന്ന് മനസ്സ് പറഞ്ഞ് പഠിപ്പിക്കുക. ഭഗവാനെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിച്ച് മാത്രമേ ഭക്തി എന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഭഗവാനെ വിളിക്കേണ്ടത്. നമ്മളുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു ആളായിട്ട് നമ്മൾ ഭഗവാനെ കാണണം. നമ്മുടെ കൂട്ടത്തിലുണ്ട് ഭഗവാൻ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഭഗവാനെ ഉൾപ്പെടുത്തുക. നമുക്കൊരു നല്ല ഒരു പലഹാരമുണ്ടാക്കി, നമ്മൾ അതിനകത്തു നിന്ന് ആ പലഹാരം ശുദ്ധമായി ഉണ്ടാക്കി അത് ഭഗവാനും വേണ്ടി അതിനൊന്ന് കൊടുക്കുക. ഇന്ന് നമ്മൾ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കി, വൈകുന്നേരം ഭഗവാന് വിളക്ക് കത്തിക്കുമ്പം നമ്മൾ ആ ഉപ്പേരി കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഭഗവാനെ ഞാൻ ഉണ്ടാക്കിയ ഉപ്പേരിയാണ്, അവിടെ നിന്ന് ഒന്ന് കഴിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സ്നേഹമാണ് ഭഗവാന്. ഇപ്പം നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും നമ്മളത് കൊടുക്കില്ലേ? പക്ഷേ ഭഗവാന് കൊടുക്കുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ ഭഗവാനും കൂടെ ഉള്ള ഒരു പങ്ക് മാറ്റി വെച്ചിട്ട് അതും കൂടെ ഭഗവാനൊന്ന് കൊടുത്തു നോക്കൂ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാത്രം ഭഗവാനെ നിങ്ങൾ കാണണം. അന്യ ഒരാളായിട്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ കണക്കാക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായി ഭഗവാനെ കണ്ട് സ്നേഹിച്ചാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടാകുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ശരിക്കും നമുക്കൊന്നും ഭഗവാനോട് ഭക്തി എന്ന തലത്തിലേക്കൊന്നും നമ്മളാരും ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. അതൊക്കെ ഭക്തമീരയ്ക്കും പൂന്താനം തിരുമേനിക്കും അങ്ങനെയൊക്കെയുള്ള മഹാന്മാർക്കാണ് ആ തലത്തിലേക്കൊക്കെ ഉയരാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളെപ്പോഴും ഭഗവാനോട് നമ്മുടെ ആവലാതികളൊക്കെ പറഞ്ഞ് അല്ലേ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ലൗകിക ജീവികളാണ്. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരാളായി നമ്മൾ ഭഗവാനെ കണ്ട് ഭഗവാനെ സ്നേഹിച്ച് മാത്രമേ ആ ഒരു തലത്തിലേക്ക് നമ്മൾക്കെല്ലാവർക്കും എത്താൻ പറ്റുകയുള്ളൂ. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഭക്തിയുടെ മാർഗത്തിലേക്ക് പോകുന്നതിന് ഭഗവാനെ സ്നേഹിക്കുക. അങ്ങനെ പിന്നീട് നമുക്ക് ഭഗവാനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്ഥാനം. ഭഗവാനില്ലാതെ മുമ്പോട്ട് നമുക്ക് നടക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഭക്തിയുടെ വാതുക്കലെത്തുന്നത്. പിന്നെയും ഉണ്ട് കടമ്പകൾ. അപ്പം എല്ലാവരും ഇന്നു മുതൽ ഈ രീതിയിൽ ഭഗവാനെ കാണുക. നിങ്ങൾക്ക് എന്ത് വിശേഷപ്പെട്ട കാര്യം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയാലും അത് ഭഗവാനും കൂടെ കൊടുക്കുക. ഭഗവാനോട് സംസാരിക്കുക. ഭഗവാനെ നിങ്ങളുടെ കൂടെ കൂട്ടുക. ഭഗവാൻ ഒന്ന് വിളിക്കാൻ നോക്കിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. പാണ്ഡുരംഗ രൂപം, ആ കഥ കേട്ടിട്ടില്ലാത്തവർ അത് പോയെന്ന് കാണണം. ഭക്തരെ കാത്തു നിൽക്കുന്ന ഭഗവാന്റെ പാണ്ഡുരംഗ രൂപം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോയി എല്ലാവരും കേൾക്കണം. അപ്പോൾ ഇന്ന് ഏകാദശി ദിവസം നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കേണ്ടുന്ന ഒരു കഥയാണ് ഞാനിന്ന് പറഞ്ഞത്, പൗണ്ഡ്രുക മോക്ഷം. എല്ലാവരും നന്നായി ഏകാദശി എടുക്കുക. നാളെ കൃത്യസമയത്ത് പാരണ വീടുക. പിന്നെ നാളത്തെ ദിവസത്തെ ചില പ്രത്യേകതകളെ പറ്റി ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ഇടുന്നുണ്ട്. ആ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കേൾക്കുക. ആ രീതിക്കനുസരിച്ച് നാളത്തെ പ്രാർത്ഥനകൾ നിങ്ങൾ ക്രമപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.